എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിത്തു. നമ്മുടെ ചാനലിൻ്റെ പേര് ജിത്തുജി എന്നാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ സിനിമ റിവ്യൂയിലൂടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് കൊപ്പം പട്ടാമ്പിക്കൊപ്പത്തിലെ സിൻഡിക്കേറ്റ് മാളിൽ ശോഭാ സ്ക്രീനിൽ നമ്മുടെ തലപതി വിജയൻ്റെ ഗോട്ട് എന്ന മൂവി കണ്ടിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം രാവിലെ തൊട്ട് ഞാനും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബ് പോലുള്ളതിലൊക്കെ നെഗറ്റീവ് റിവ്യൂസ് മാത്രമാണ് ഏകദേശമല്ല മുഴുവനും കണ്ടതല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് തന്നെ. ഗോട്ട് എന്ന മൂവി അല്ലെങ്കിൽ വിജയുടെ ഒരു മൂവി ഒരു വിജയ് ആരാധകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു വെങ്കട് പ്രഭു സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളായാലും ഇപ്പോൾ യുവൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ നല്ല രീതിക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ ഗോട്ട് എന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചോളം നമ്മുടെ വെങ്കട് പ്രഭു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാതിരിക്കുമെന്നില്ല. എല്ലാവരും ഇപ്പോൾ പ്രൊഡക്റ്റീവ് നമുക്ക് കഴിവ് കൂടിയ ആൾക്കാരായതുകൊണ്ട് ഗ്രിപ്പ് ചെയ്തിരുത്തുന്ന സ്ക്രീൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരിക്കും എന്നാണ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല, നല്ല മൂഡോടെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട് ആ സ്ക്രീൻ പ്ലേയിൽ. അതുപോലെ ഫൈറ്റ് സീക്വൻസ് ആയാലും സോങ്സ് ആയാലും പ്ലേസ് ചെയ്ത ഇടങ്ങൾ ചില ഓക്കെ എന്ന് പറയുന്നെങ്കിലും പറയാൻ നമുക്കൊരു ഡൗട്ട് അടിക്കുമെങ്കിലും അതല്ലാതെ അയാൾ മറ്റു വിഷയങ്ങളിലൂടെ സിനിമ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഉറപ്പായും നമ്മുടെ ഷസാം, അതുപോലെ അശ്വന്ത് കോക്ക്, ഉണ്ണി പോലെയുള്ള ഉണ്ണി വ്ളോഗ്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ യൂട്യൂബിൽ ഞാനൊക്കെ അവരുടെ കാണുമ്പോൾ ഒരു ഫ്രണ്ടിൽ ആ സ്ക്രീനിൽ തന്നെ വരുന്നത് കണ്ടിട്ട് ഉള്ളിൽ പോയി നോക്കാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഉള്ളതായിരുന്നു അവർ ഇട്ടിരുന്നത്. തപ്പനയിലൊക്കെ കണ്ടപ്പോൾ കണ്ടാൽ തോന്നി. അതുകൊണ്ട് തന്നെ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്ക്രീനിൽ മിസ് ചെയ്യരുത്, അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് കാണുക. സിനിമ നന്നായി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് അവർ എടുത്തിട്ടുണ്ട്. വെങ്കട് പ്രഭു അയാൾ പറഞ്ഞ പോലെ നല്ല രീതിക്ക് അത് എടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് സിനിമ വന്നിട്ടുണ്ട്. ഉറപ്പായി നിങ്ങൾ പോയി കാണുക. എന്തുകൊണ്ട് ഈ സിനിമ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമയിൽ ഇന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വെങ്കട് പ്രഭു സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അയാളുടെ വില്ലനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെങ്കട് പ്രഭു വില്ലൻ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് അറിയാലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് നമുക്കത് ഇഷ്ടമാവുന്ന രീതിയിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. അത് ഒരു തലപതി അല്ലെങ്കിൽ വിജയിൻ്റെ സിനിമയിലൂടെ എങ്ങനെയൊക്കെ അയാൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, സിനിമ പോയി കാണുക. ഇതിന് മറ്റു ഡീറ്റെയിലിങ്ങുകളുടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കരുതുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നന്ദി.